ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞാണം കുത്തും എന്നൊക്കെ പറയുന്ന പോലെയാണ് ചിലവർ ഉത്തരം മുട്ടുമ്പോൾ തെറി വിളിക്കും ഗായ്സ്. ഫസ്മിന ലല്ലു വിഷയത്തിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ചോദ്യങ്ങൾക്കൊന്നും ഫസ്മിനയ്ക്ക് ഉത്തരവില്ലാതെ വന്നപ്പോൾ ഇപ്പൊ ഫസ്മിനയുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടേക്കൊന്നു എന്നെ തെറി വിളിച്ചുകൊണ്ട്. നമ്മളെ വീഡിയോ കൊണ്ട് ഇത്രയും പേര് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ കൊണ്ടല്ലോ, സന്തോഷമടി മോളെ, സന്തോഷം. ഇതാണ് എൻ്റെ വിജയം. പുതിയ സ്റ്റോറി ഞാനൊന്ന് വായിക്കാം. ഫസ്മിന മോടെ സ്ലോ സ്റ്റോറി നമുക്ക് വായിക്കാം. ഇതുപോലുള്ള മൈ മാർക്ക് ഒന്നും ഞാൻ റീച്ച് ഓർ ആൻസർ തരാൻ ഉദ്ദേശിക്കുന്നില്ല. എടി, നിന്റെ ആൻസർ എനിക്ക് തരണമെന്ന് ഞാൻ പറയുന്നില്ല. നീ നാട്ടുകാരെ അല്ലേ മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചത്, അവർക്ക് കൊടുക്ക്. ഇത് ഉത്തരവില്ലേ നിനക്ക് ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും? അതാ പറയുന്ന ഉച്ചണം കൊട്ടുമ്പോ കൊഞ്ഞാണം കുത്തി. ഇത് കൊഞ്ഞാണമല്ലല്ലോ, ഇത് പരത്തെറിയാണല്ലോ വിളിക്കുന്നത്. ഒരുത്തൻ അങ്ങോട്ട് തെറി വിളിച്ചിട്ടാണ് ഇങ്ങോട്ട് തെറി വിളിക്കുന്നതെങ്കിൽ അതിനൊരു മാന്യത ഉണ്ടെന്ന് വിചാരിയാ. ഇത് നീ നിന്റെ പാരമ്പര്യമാണ് കാണിക്കുന്നത്, നിന്റെ പാരമ്പര്യത്തിലുള്ളതാണെന്ന് തോന്നുന്നു ഈ തൊട്ടി വർത്താനം. നമ്മളും തെറി വിളിക്കാറുണ്ട്. ഒരാൾ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം അതിനെ തെറി വെച്ച് ഡിഫെൻഡ് ചെയ്യാറില്ല, അതിന് ചുട്ട മറുപടി കൊടുത്ത് ഡിഫെൻഡ് ചെയ്തു. ഇത് നിനക്ക് ആൻസർ ഇല്ല, നിനക്ക് ഒന്നും പണയാനില്ല, അതാണ് നീ ഇങ്ങനെ വന്നിരുന്ന് മെളുകുന്നത്. ഇവളിനകത്ത് പറയുന്നത് ആൻസർ തരാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന്. അപ്പൊ മനസ്സിലായല്ലോ. ഇപ്പൊ ഡയറി വലിയൊരു മണ്ണാങ്കട്ടയുടെയും വീഡിയോ വരാൻ പോകുന്നില്ല. ഈ ഒരു അവസരം മുതലാക്കി അങ്ങ് സ്കിപ്പടിച്ച് ഓടാനുള്ള പ്ലാൻ ആണെന്ന് തോന്നുന്നു കേട്ടോ. ആൻസർ തരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതിനേക്കാൾ നല്ലത് ആൻസർ നിന്റെ കയ്യിൽ ഇല്ല എന്ന് എഴുതി പിടിപ്പിക്കുന്നതായിരിക്കും. അതേ നിന്നെ കൊണ്ട് പറ്റൂ. അല്ലെങ്കിൽ നീ ഫാബ്രിക്കേറ്റ് ചെയ്ത് വെച്ച സാധനങ്ങൾ, പ്രൂഫ്, നിന്റെ കഞ്ചാവിന്റെ പ്രൂഫ്, നിന്റെ മറ്റേ പ്രൂഫ്, മറിച്ച പ്രൂഫ് എല്ലാം ഞാൻ നിന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുമായിട്ട് ചിലപ്പം ടാലി ആവുന്നുണ്ടായിരിക്കും. അപ്പോഴത്തേക്ക് നിനക്ക് അതും പൊളിയും. ഇവളാദ്യം കരഞ്ഞു മെഴുകി വന്ന് വീഡിയോ ഇടാനെങ്ങാണ്ട് പ്ലാനിങ് ആയിരുന്നു. അത് 2 ദിവസം മുമ്പിട്ട വീഡിയോയിൽ അതങ്ങ് പൊളിച്ച്. ഇവക്ക് പിന്നെ അത് കണ്ടതിന് ശേഷം പിന്നെ കരഞ്ഞു വന്ന് ഇവിടെ അപരാധ കണ്ണീര് കാണിക്കാനുള്ള സ്കോപ്പ് ഇല്ലാതായിപ്പോയി. അതുകൊണ്ട് കഴിഞ്ഞ വീഡിയോയിൽ കരഞ്ഞില്ല. അല്ലെങ്കിൽ വന്ന് ആദ്യം തൊട്ട് കണ്ണീരങ്ങ് ഒളിച്ചാനെ, അവിടെ കണ്ണു മോന്തയ്ക്കൂടെ കണ്ണീരങ്ങ് ഒളിച്ചാനെ. ആ കണ്ണീര് വീഴാൻ വേണ്ടി കുറെ ടീംസും ഉണ്ട്. പെണ്ണ് വന്ന് കരഞ്ഞു കാണിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് വീഴുമല്ലോ. അങ്ങനെ കുറെ എണ്ണങ്ങളെ ഇവള് മാനിപ്പുലേറ്റ് ചെയ്ത് അങ്ങ് വീഴ്ത്തും. കരയാൻ ബെസ്റ്റാണ്. കേരളത്തിൽ ഇത്രയും നല്ല രീതിയിൽ കരയുന്ന ഒരു പെണ്ണ്, ഗ്ലിസറിനൊന്നും വേണ്ട വെക്ക് കരയാൻ. മുല്ലപ്പെരിയാർ ഡാമിൽ വെള്ളം കുറവാണ്, ഇവളെ കൊണ്ട് അതിന്റെ ഫ്രണ്ട് കിടത്തി കരയിപ്പിച്ചാൽ മതി, അത് നിറച്ചു തരും കണ്ണീര് വെച്ചിട്ട്. അത്രയ്ക്കുണ്ട് ലോഡ് കണക്കിന് കണ്ണീര് ഇറക്കുന്നത്. മറ്റേ നമ്മുടെ ജയസൂര്യയുടെ സിനിമയുണ്ടല്ലോ, പുണ്യാളൻ അഗർബത്തീസ്, അതിന്റെ സെക്കൻഡ് പാർട്ടിനകത്ത് ആനമൂത്രത്തിൽ നിന്നായിരുന്നു മിനറൽ വാട്ടർ ഉണ്ടാക്കുന്നത്. അതിന്റെ തേർഡ് പാർട്ടിന് കഥ അന്വേഷിച്ചിട്ട് അതിന്റെ റൈറ്റർ നടക്കുവാണെങ്കിൽ ഫസ്മിനയുടെ കണ്ണീര് പിടിച്ചോ സൂപ്പർ കഥയാ, കണ്ണീരിൽ നിന്ന് മിനറൽ വാട്ടർ. ബാക്കി വായിക്കും ഗൈസ്, ബാക്കി. ഈ നാറിയൊന്നുമല്ല എന്റെ ലൈഫ് ജീവിച്ചേ. അയ്യോ, നിന്റെ കൂടെ ജീവിക്കുന്നതിനേക്കാളും ഭേദം ഞാൻ വല്ല സെപ്റ്റിട്ടാങ്കിലും പോയി ചാടുന്നതാണ്. അതിനകത്ത് കിടക്കുന്ന തീട്ടത്തിൽ നിന്റെ അത്രയും നാറ്റം കാണത്തില്ല, അത് ഞാൻ പിന്നെ സഹിക്കും. അയ്യോ, നിന്റെ കൂടെ ജീവിക്കുന്ന ഛർദ്ദിക്കാൻ തോന്നുന്നത് അങ്ങനെയൊക്കെ പറയുമ്പോ തന്നെ നീ തമാശയ്ക്ക് പോലും അയ്യോ അങ്ങനൊന്നും പറഞ്ഞേക്കല, എനിക്ക് സഹിക്കാൻ പറ്റും, ഞാൻ ചങ്ക് പൊട്ടി മരിക്കും നിന്റെ കൂടെ ജീവിക്കുന്നതിന്. അയ്യോ, ഈ ലല്ലുവും തൊപ്പിയൊക്കെ ഏതോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടം കണ്ട് ഇവിടെ കയ്യിൽ നിന്ന് ഓടിയതാണ്. അവന്മാരുടെ കഴിഞ്ഞ ജന്മത്തിൽ എന്തോ വലിയ കൊടൂര നന്മ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ജീവിതത്തിൽ നമ്മൾക്ക് രക്ഷപ്പെടാൻ പറ്റിയത്. അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്കിൽ അകപ്പെട്ട പോലെ ആയിപ്പോയത്. അടുത്ത ലൈൻ, സോ കസേരയിൽ കറങ്ങി ഡയലോഗ് അടിക്കാൻ എളുപ്പമാണ്. കസേരയിൽ ഞാൻ കറങ്ങാറുണ്ടോ? നിന്ന് കറങ്ങിയേക്കാം. ഇങ്ങനെ കസേരയൊക്കെ മേടിച്ചിട്ട് കറങ്ങാൻ വേണ്ടിയിട്ടാണ്. നീ എന്നെ കക്കൂസ് ചെയ്തിട്ടാണല്ലോ ഡയലോഗ് അടിക്കുന്നത്. ഫസുമോളുടെ ചാനലിൽ വന്നിരുന്നിട്ട് ഭരതനാട്യമാണ് ഗൈസ് കളിച്ചോണ്ടിരിക്കുന്നത്. അവള് നാക്ക് വെച്ച് ഡയലോഗ് അടിക്കുവല്ല കേട്ടോ. നീ നിന്റെ ചാനൽ തുടങ്ങിയിട്ട് ഈ നാവാട്ടല് പരിപാടി തന്നെ അല്ലേ, എന്നിട്ട് ഇയാള് വന്നിട്ട് കൊണയടിക്കുന്നു. അടുത്ത ലൈൻ, എങ്ങനെയുള്ള വാണം ഈസ് നോട്ട് ഈവൻ ഇൻ മൈ വിഷൻ. വാണം, യു മീൻ വാണം? ഈ നാട്ടിലുള്ള വാണങ്ങളുടെ കൂടെ വ്യഭിചരിച്ച് ജോയിന്റ് അടിച്ച് നടക്കുന്നവളുമാർക്കൊക്കെ, നിന്നെ പറ്റിയല്ലോ കേട്ടോ, അങ്ങനെ നടക്കുന്നവളുമാർക്കൊക്കെ നല്ല ആളുകളെ കാണുമ്പോൾ വാണമായിട്ട് തോന്നും. കാര്യം ഇവര് വാണങ്ങളുടെ കൂടെ ഇടപെട്ടിട്ടുള്ളു, മനസ്സിലായോ? അതുകൊണ്ട് എല്ലാ ആണുങ്ങളെ കാണുമ്പോഴും വാണമായിട്ട് തോന്നും. അതൊരു തെറ്റല്ല, ഞാൻ നിന്നെ കുറ്റം പറയുന്നില്ല. അല്ല, നിനക്ക് ഈ വാണത്തിനോട് ഇത്ര താല്പര്യമാണോ? അല്ലെ, ഒരാളെ കാണുമ്പോൾ വാണം എന്ന് തോന്നാൻ വേണ്ടിയിട്ട് അതിന്റെ ചേതോവികാരം അറിയാത്തോണ്ട് തോന്നിയതാണ്. മനസ്സിലായോ? നമുക്ക് ഈ മൊരട്ട് കാളകളെ വല്ലതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഈ ജല്ലിക്കെട്ട് സമയത്ത് അങ്ങനെ ജല്ലിക്കെട്ടിലൊക്കെ ജയിക്കുന്ന ആ ഒരു കാളയൊക്കെ ആണെങ്കിൽ ചിലപ്പം സെറ്റായിരിക്കും. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അല്ലെ, വാണത്തിനോട് ഇത്ര താല്പര്യം ഉണ്ടായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, കുഴപ്പമില്ല. എൻ്റെ വീഡിയോ ഇട്ടാണ് നല്ല റീച്ച് ഉണ്ട്.
അപ്പോ ഹി വാണ്ട് മീ ടു റിയാക്ട് ആൻഡ് പിന്നെയും കണ്ടന്റ് ആക്കണം. എവിടാ വീഡിയോ ഇട്ട് റീച്ച് ഉണ്ട് എന്റെ പൊന്ന് ഫഷിമോളെ. എനിക്ക് 3 ചാനലുണ്ട്. ഓക്കെ, എന്റെ 3ാമത്തെ ചാനലിലാണ്, എന്ന് വെച്ചാൽ എന്റെ ഏറ്റവും സബ്സ്ക്രൈബേഴ്സ് കുറഞ്ഞ ചാനലിലാണ്. 50,000 പേര് പോലും തികച്ച് സബ്സ്ക്രൈബേഴ്സ് ഇല്ലാത്ത ചാനലിലാണ് നിന്റെ വീഡിയോ ഞാൻ ഇടുന്നത്. നിന്നെ പറ്റി നിന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ മെയിൻ ചാനലിൽ പണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് മുൻപ്. അതിനകത്ത് ഞാൻ ഇപ്പൊ റിഗ്രറ്റ് അടിക്കുന്നു. അതുകൊണ്ട് ഇനിയും നിന്നെ പോലുള്ള ഒരു അപരാധത്തിന്റെ വീഡിയോ എൻ്റെ മെയിൻ ചാനലിൽ ഇടാൻ എനിക്ക് മടിയുണ്ട്. അതുകൊണ്ടാണ് ഈ കുരുതി കൊടുക്കാൻ വെച്ചേക്കുന്ന ഈ 3ാമത്തെ ചാനലിൽ കൊണ്ട് ഇട്ടേക്കുന്നത്. പിന്നെ റീച്ച്, നിന്റെ വീഡിയോ ഇടുമ്പോഴാണ് റീച്ച്. എനിക്കൊരു മിനിമം വ്യൂവർഷിപ്പ് ഉണ്ട്, അത് ഏത് വീഡിയോ ഇട്ടാലും കിട്ടും. ഇപ്പൊ നിന്നെ അപരാധിക്കുന്ന വീഡിയോ ഇടുകയാണെങ്കിൽ 10-20,000 പേരുടെ കൂടുതൽ കാണുമായിരിക്കും. അത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ നിന്റെ ഫേസ് വാല്യൂ കൊണ്ടൊന്നും അല്ല. നീ എന്ന് പറയുന്ന ലോക ഉടായ്പിന്റെ ഫേക്ക് പരിപാടികൾ ഞാൻ വിളിച്ചു പറയുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും നിനക്ക് ഉത്തരവില്ല. അത് കേൾക്കാൻ വരുന്ന ആളുകളാ, അല്ലാതെ നിന്റെ ഈ തിരുമോന്ത കാണാൻ വേണ്ടി വരുന്ന ആളുകളല്ല. ഈ റീച്ചിന്റെ കാര്യം നീ എന്തോ പറയുന്നേ? നിന്നെ വെച്ച് നീച്ച് ഉണ്ടാക്കിയെന്ന രേണുസുതി വന്ന് പറഞ്ഞാൽ ഞാനിത് അക്സെപ്റ്റ് ചെയ്യും. രേണുസുതി ഇന്നലെ ഇട്ട വീഡിയോ 3-4 ലക്ഷം പേരാണ് കണ്ടത്. അന്നേരമാണ് ഇവിടെ 50,000-60,000 പോട്ട 1,00,000 പേര് കണ്ട വീഡിയോയുടെ റീച്ചിന്റെ കാര്യം പറയും. നീ എവിടുത്തെ എന്ത് റീച്ച്? നിനക്കോ ഫേസ് വാല്യൂ ഇല്ല, നിന്റെ അപരാധത്തിന് ഫേസ് വാല്യൂ ഉണ്ട്. നീ ലല്ലു അല്ലാതെ, നീ അപരാധം അല്ലാതെ വേറെ ഒരു കോണ്ടന്റ് എടുത്ത് റിയാക്ട് ചെയ്ത് നീ റീച്ച് ഉണ്ടായി കാണിക്കാതെയും എന്നിട്ട് നീ ഉണ്ടാക്കങ്ങോട്ട്. നിന്റെ ഈ അപരാധം അല്ല നിന്റെ ചാനലിനകത്ത് എന്തിട്ടാൽ ഓടും. നീ എന്ന് പണ എന്തിട്ടാ ഓടും? ഒരു മാങ്ങാ തൊലി ഓടത്തില്ല. നീ എപ്പോഴാ റീച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയത്? ഈ ലല്ലുവിന്റെ കമ്പിക്കഥ പറഞ്ഞല്ലോ നീ റീച്ച് ഉണ്ടാക്കി തുടങ്ങിയത്. നീയാണ് വന്നിട്ട് എന്നെ ഇവിടെ റീച്ച് 2-3 ലക്ഷം പേര് കാണുമെന്ന് പിന്നെയും കുഴപ്പമില്ല. അവള് റീച്ചിന്റെ കണക്ക് മണയുന്നു. 2 വീഡിയോ ഇവക്കെതിരെ ഞാൻ ചെയ്തപ്പോ, അല്ലെങ്കിൽ ഇവടുത്ത് കുറെ ചോദ്യം ചോദിച്ചപ്പോ ഇവക്ക് പൊട്ടി. ഇവക്ക് അതിനുള്ള ഉത്തരവില്ല. ഇതിനെയാണ് പറയുന്നത് ഉത്തരം മുട്ടുമ്പോ കൊഞ്ഞാണം കുത്തി കാണിക്കുമെന്ന് പറയുന്നത്. ഇത് കൊഞ്ഞാണോ അല്ലല്ലോ, ഇത് തെറിവിളിയാ. ഉത്തരം മുട്ടുമ്പോ തെറിവിളി. എന്നിട്ട് ഏറ്റവും അവസാനം പോയി ഊംഫ് മൈ അത് നിന്റെ തൊഴിലല്ലയോ ഫസ്മിനെ? അത് നീ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ടല്ലോ, അത് നീ തന്നെ അങ്ങ് ചെയ്തോ. മനസ്സിലായോ? അത് എന്റെ തൊഴിലല്ല ഈ ഊംഫണത്. അത് നീ നല്ല രീതിയിൽ വെടിപ്പായിട്ട് ചെയ്യുന്നുണ്ട്. നിനക്ക് അതിനുള്ള കഴിവുണ്ട്. നിനക്ക് അത് മാത്രമേ ചെയ്യാനും അണിയത്തുള്ളൂ. അത് നീ അങ്ങ് ചെയ്തോ. പിന്നെ ഈ ഒരു സ്റ്റോറിക്ക് നീ 2 വട്ടം മറ്റേ മൈ വെച്ചിട്ടുള്ള തെറി എന്നെ വിളിച്ചിട്ടുണ്ട്. എനിക്ക് നിന്നെ തെറി വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ വീട്ടിൽ മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നീ എന്നെ വിളിച്ച് തെറി അവരെ പോയി വിളി. ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി പൊന്നുമോളെ. ഇല്ലാത്തവരെ ഉണ്ടാക്കി വിളിക്കാൻ ഞാൻ പറയുന്നില്ല. ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളൻ തന്ത ഇല്ലാത്തയാണെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ നിന്നെയൊക്കെ അഴിച്ചു വിടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഒരു മോളെ ഇങ്ങനെ അപരാധിക്കാൻ വേണ്ടിയിട്ട് തള്ളൻ തന്ത ഇങ്ങനെ അങ്ങ് അഴിച്ചു വിട്ടേക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ അച്ഛൻ്റെ അമ്മയുടെ ഇപ്പൊ ഉമ്മായും പാപ്പായും ഉണ്ടെങ്കിൽ അവരുടെ ഒന്ന് ആലോചിച്ച് നോക്ക്. അതുകൊണ്ടാ പറഞ്ഞേ, നീ അവരെ പോയി വിളി, എന്നെ വിളിക്കാൻ നിൽക്കണ്ട. ഉണ്ടെങ്കിൽ സീരിയസ്ലി ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ മാത്രം വിളിച്ചാൽ മതി. ഓക്കെ? അല്ല, ഞാനതെല്ലാം ആലോചിക്കണം. ഇവിടെ അച്ഛൻ്റെ അമ്മയുടെയും ഗതികേടാണ്. ഇടയ്ക്ക് വെച്ച് തൊപ്പി എന്ന് പറയുന്ന ഒരുത്തനുമായിട്ട് റിലേഷൻഷിപ്പ്, അത് നാട് മൊത്തം കൊട്ടി ആഘോഷിച്ച് നടന്ന് അവന്റെ കൂടെ കുറെ ഇന്റർവ്യൂവും കൊടുത്ത് അതും ചെയ്ത് ഇതും ചെയ്തെന്നും പറഞ്ഞിട്ട് കാട്ടിക്കൂട്ടല്. അവനെ ഊമ്പിച്ചിട്ട് എന്നിട്ട് വേറെ ഒരു ലല്ലൂമ്പിയുടെ കൂടെ പോയി. 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കാണ്ട് അവന്റെ കൂടെ കല്യാണം കഴിഞ്ഞ് അതിനു മുമ്പ് ഒരു അബോഷനും കഴിഞ്ഞു. എന്നിട്ട് ഫസൂംഫിയും ലല്ലൂംഫിയും മൊത്തത്തിൽ ഊംഫിക്കലായതുകൊണ്ട് അവരുടെ ജീവിതം ഊംഫിയിട്ട് ഇപ്പൊ ലല്ലൂംഫിയെ യൂട്യൂബിൽ വന്ന് ഊംഫി ജീവിക്കുന്നു. ഇത് കാണുന്ന ഫസ്മിനയുടെ വീട്ടുകാർ പ്രൗഡ് വീട്ടുകാർ, സോ പ്രൗഡ്. ഇത്രയും സൽസ്വഭാവിയായിട്ടുള്ള ഒരു മകളെ അവർക്ക് ജന്മം നൽകാൻ സാധിച്ചതിൽ അവരിപ്പോ സന്തോഷിക്കുന്നുണ്ടായിരിക്കും. അഭിമാനം കൊണ്ട് പുളകിതനാവുന്നുണ്ടായിരിക്കും. ഇവളെ പറ്റി പറയുമ്പോ ഇങ്ങനെ രോമമൊക്കെ ചിലപ്പോ എണീറ്റ് വരുന്ന മാതാപിതാക്കൾ തലേ മുണ്ടിട്ടാണെന്നാ പുറത്തോട്ടിറങ്ങുന്നതെന്നാ തോന്നുന്നേ. തലേ മുണ്ടിട്ട്. എന്റെ പൊന്ന് മോളെ, ഞാനൊന്നും കൂടുതൽ നിന്നെ പണയാൻ നിൽക്കുന്നില്ല. നീ എന്താന്ന് വെച്ചാൽ കാട്ടിക്കൂട്ട്. നീ വീഡിയോ ഇട്. നമ്മൾ ചോദിച്ചാലുള്ള മറുപടി പറ. എനിക്ക് നീ മറുപടി പറയണ്ട. നീ നാട്ടുകാരെ പറ്റിച്ച് വെച്ചേക്കില്ലേ, മാനിപ്പുലേറ്റ് ചെയ്ത് വെച്ചില്ല, അവർക്ക് മറുപടി കൊടുത്താൽ മതി. എനിക്ക് നിന്റെ ഈ കൊണച്ച വീഡിയോ റീച്ച് ഉണ്ടാക്കേണ്ട ആവശ്യകത ഇല്ല. എനിക്ക് അത്യാവശ്യം റീച്ച് ഉണ്ട് എന്നും പറഞ്ഞ് നീ വീഡിയോ ഇട്ട് ഞാൻ റിയാക്ട് ചെയ്യില്ലെന്ന് നീ വിചാരിക്കേണ്ട കേട്ടോ. റിയാക്ട് ചെയ്യും, ഇനിയും ചെയ്യും. ഓക്കെ? അപ്പൊ ശരി ഫസ്റ്റ് മോളെ, വേറെ ഒന്നും പറയുന്നില്ല. സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കും. അപ്പൊ ശരി, ബൈ ബൈ.
ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഗൈസ്. ഫസ്മിന് മോളെ അറിയാവുന്ന പല ആൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഫസ്മിന് ഭയങ്കര റിവെഞ്ച് എടുക്കുന്ന ടൈപ്പാണെന്ന്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലല്ലുവിനേക്കാൾ കൂടുതൽ ഫസ്മിനയ്ക്ക് ദേഷ്യമുള്ള ഒരു വ്യക്തി ഞാനായിരിക്കും. അതുകൊണ്ട് ഞാൻ ചിലപ്പോൾ ഒരു റിവെഞ്ച് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മൾ ഏത് രീതിയിലും തകർക്കാൻ വേണ്ടിയിട്ട്. എന്നെ പറ്റി നീ തപ്പിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ നീ വല്ലതും ഫാബ്രിക്കേറ്റ് ചെയ്ത് കൊണ്ടുവരണം. പിന്നെ സെൽഫ് ഹാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഫസിമോള്. അപ്പൊ ഏതൊക്കെ രീതിയിൽ ഒരുത്തനെ തകർക്കാം എന്നുള്ളത് ഒരു പെണ്ണ് വിചാരിച്ചാൽ സിമ്പിൾ ആയിട്ട് നടക്കാം. എന്തിന് എന്റെ പേര് എഴുതിയിട്ട് ഒരു ഫേക്ക് സൂയിസൈഡ് അറ്റംപ്റ്റ് അങ്ങോട്ട് നടത്തിയാൽ മതി. ലവൻ കാരണമാണെന്നും പറഞ്ഞിട്ട് എന്നെ പൊക്കിയെടുത്തകത്തിടും. ഇതിന് ഐഡിയ ഞാൻ പറഞ്ഞതല്ല, ഇത് മുൻകൂട്ടി എറിഞ്ഞതാണെന്ന് കൂട്ടിക്കോ, മനസ്സിലായോ? അപ്പൊ നീ സെൽഫ് ഹാം ചെയ്യുന്നവളാണ്, സ്വന്തമായിട്ട് കൈമുറിക്കുന്നവളാണ്, സ്വന്തമായിട്ട് ചൂടുവെള്ളം ദേഹത്ത് കോരി ഒഴിച്ച് നിർവൃതി അണയുന്നവളാണ്. അപ്പൊ അങ്ങനെയുള്ള റിവെഞ്ച് വല്ലതും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പറയണം, ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ വേറെ തരത്തിലുള്ള റിവെഞ്ച് വല്ലതും ആണെങ്കിലും അതിനും ഓക്കെ, എന്തിനാണെങ്കിലും നമ്മളൊക്കെ റെഡി ബൂം ബാങ്. അപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ ശരി.